ചെറായി ബീച്ചിലാണുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെ ഈ സൂര്യൻ അസ്തമിക്കുന്നതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ബീച്ചിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് ബീച്ചിലേക്ക്. അപ്പോൾ ഞാൻ സാധാരണ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു ബീച്ച് ഉണ്ട്, ആളുകളൊക്കെ ഇറങ്ങുന്ന വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. പക്ഷെ അവിടെ ഇതേപോലെ മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല. ആളുകളുടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. ഒരു 1-2 കിലോമീറ്റർ നമ്മൾ തെക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലം കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്വല്പം പോയി കഴിഞ്ഞാൽ കുഴുപ്പള്ളി ബീച്ചാവും. കുഴുപ്പള്ളി ബീച്ചും നല്ല ബ്യൂട്ടിഫുള്ളാണ്. അവിടെയും ഒരുപാട് നല്ല മരങ്ങൾ, കാര്യങ്ങൾ, നല്ല വിശാലമായ ബീച്ചുണ്ട്, ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കടകൾ എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഈ പഴയ ചെറായി ബീച്ചിൻ്റെതായ ഒരു പേരൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സൗകര്യങ്ങളില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ശാന്തമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തെക്കോട്ടേക്ക് വരിക. നമ്മുടെ ചാനലിൽ ആരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നുകൂടി പറയാണ്, നിങ്ങൾ മെയിൻ ബീച്ചിൽ വന്നിട്ട് ലെഫ്റ്റ് തിരിയുക. അത് ഒരു 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നല്ല വിശാലമായ ഏരിയാസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശാന്തമായിട്ട് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ഇപ്പോൾ സീസൺ ടൈമാണ്, നമുക്ക് സൂര്യനെ നന്നായിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെയൊക്കെ നമുക്ക് നന്നായിട്ട് സൺസെറ്റ് കാണാനും നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ബീച്ചിൽ വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുക. കാരണം എനർജി പ്യൂരിഫിക്കേഷന് ഏറ്റവും നല്ലൊരു ബീച്ചാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഞ്ചഭൂതങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഗ്നി, അതായത് സൂര്യൻ, വായു, വാട്ടർ എലിമെൻറ്റ്, ഇവിടെ വെള്ളമുണ്ട്, വായുവുണ്ട് കാറ്റായിട്ട്, പിന്നെ എർത്ത് എലിമെൻറ്റ്, ആകാശമുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. പഞ്ചഭൂത നിർമ്മിതമായ നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഈ കടപ്പുറം അല്ലെങ്കിൽ ബീച്ച്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഇതൊന്നും അറിയാതെ വരുന്നു, ഇവിടെ വെള്ളത്തിൽ ഇറങ്ങുന്നു, കിടക്കുന്നു, കുളിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഇതിന് പരിപാടിയുണ്ട്. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ചെയ്ത് നോക്കണം എന്ന് ഇപ്പോൾ വിചാരിക്കും. പിന്നെ മടിഞ്ഞിട്ട് തിരിച്ചു പോകും. ഇവിടെ നമ്മൾ ഈ മണ്ണില്ലേ, ഈ മണ്ണ് കുഴിക്കുക. മണ്ണ് കുഴിച്ചിട്ട് നമ്മളുടെ തല ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മണ്ണിനകത്താക്കിയിട്ട് മണ്ണിട്ട് മൂടുക. ഒറ്റയ്ക്ക് പറ്റില്ല, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ മണ്ണിനകത്ത് നമ്മൾ ഒരു അരമണിക്കൂർ കിടക്കുക, ജസ്റ്റ് കിടന്ന് റിലാക്സ് ചെയ്ത് കിടക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അങ്ങോട്ട് പോകരുത്, കുറച്ച് ഇങ്ങോട്ടേക്ക് കയറിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ വെള്ളം വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് അപകടം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ചെയ്യരുത്. കുറച്ച് നമ്മളിങ്ങോട്ട് സൗകര്യമുള്ള സ്ഥലം നോക്കിയിട്ട് ചൂസ് ചെയ്താൽ മതി. അപ്പം ചെറിയ നനവുള്ള ഒരു മണ്ണാണെങ്കിൽ, ചെറിയ ഈർപ്പമുള്ള മണ്ണാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ തണുപ്പടിച്ചാൽ കുഴപ്പമുള്ള ആൾക്കാരൊന്നും അത് പരീക്ഷിക്കാൻ നിൽക്കണ്ട, അല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള കടപ്പുറത്തുള്ള ചില പഴയ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് വാസ്തവം പറഞ്ഞാൽ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് ആലോചിക്കും ചെയ്യണമെന്ന്. പക്ഷെ നമ്മളിവിടെ നടക്കാനായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ നടത്തത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അത്തരം കാര്യങ്ങളിലോട്ട് പോകാനുള്ള സമയം കിട്ടില്ല, നമ്മളുടെ കാര്യങ്ങൾ, വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് നോക്കുക. പിന്നെ വെള്ളത്തിലിറങ്ങി നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം, എടുക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അപകടകരമായ ഒരു സ്ഥലമാണ് ബീച്ച് എന്ന് പറഞ്ഞത്. വെള്ളം തിരമാല അടിച്ച് വെള്ളത്തിലേക്ക് ഒഴുകിപ്പോയാൽ പണിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുറച്ചും കൂടി സമയമുണ്ട് സൂര്യൻ താഴേക്ക് പോകാനായിട്ട്. കഴിഞ്ഞ മാസമൊക്കെ നേരത്തെ തന്നെ സൂര്യൻ അസ്തമിക്കുമായിരുന്നു. കുറച്ചും കൂടി 6 മണിക്ക് നമുക്ക് ഇരുട്ടാവുമായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഡിലേ ആയിട്ടാണ് സൂര്യൻ താഴേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയങ്ങൾ ഇവിടെ ഇരിക്കാനായിട്ട് രസമാണ്.
അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സുദർശന മന്ത്രം ഒന്ന് ജപിക്കാം. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരമപുരുഷായ പരമാത്മനേ പരകർമ്മമന്ത്രയന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹരാ സംഹരാ മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീത്രേ ജ്വാലാപരീതായ സർവതിക്ഷോപണകരായ ഹുംഫട്ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹാ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരമപുരുഷായ പരമാത്മനേ പരകർമ്മമന്ത്രയന്ത്രൗഷധ അസ്ത്രശസ്ത്രാണി സംഹരാ സംഹരാ മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീത്രേ ജ്വാലാപരീതായ സർവതിക്ഷോപണകരായ ഹുംഫട്ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹാ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരമപുരുഷായ പരമാത്മനേ പരകർമ്മമന്ത്രയന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹരാ സംഹരാ മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദിക്ഷോപണകരായ ഹുംഫട്ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹാ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരമപുരുഷായ പരമാത്മനേ പരകർമ്മമന്ത്രയന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹരാ സംഹരാ മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദിക്ഷോപണകരായ ഹുംഫട്ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹാ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരമപുരുഷായ പരമാത്മനേ പരകർമ്മമന്ത്രയന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹരാ സംഹരാ മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദിക്ഷോപണകരായ ഹുംഫട്ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹാ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരമപുരുഷായ പരമാത്മനേ പരകർമ്മമന്ത്രയന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹരാ സംഹരാ മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദിക്ഷോപണകരായ ഹുംഫട്ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹാ.
നിങ്ങളുടെ എനർജീസ് റിലീസായി പോകാനായിട്ട്, അൺവാണ്ടഡ് എനർജീസ് റിലീസായി പോകാനായിട്ട് നിങ്ങൾ 2 പാദങ്ങളും ഗ്രൗണ്ടിൽ ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മളുടെ 2 കൈകളും താഴേക്ക് ഫോക്കസ് ചെയ്യുക. എല്ലാ വിരലുകളും വിടർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ഫിംഗർ ടിപ്പുകളും ഭൂമിയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ പറയുക, റിലീസ് 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 റിലീസ്. ഒരുപാട് അൺവാണ്ടഡ് എനർജീസ് നിങ്ങളുടെ കാലുകളിലൂടെ താഴേക്ക് ഭൂമിയിലേക്ക്, അതായത് നമ്മുടെ അമ്മയാണ് ഭൂമി ദേവി, അങ്ങോട്ടേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. കൈകളിലൂടെയും അതുപോലെ ഓരോ വിരലുകളിലൂടെയും ചിലപ്പോൾ ചില പ്രത്യേക വിരലുകളിലൂടെ അതുപോലെ തന്നെ എനർജി താഴേക്ക് റിലീസാവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് നോക്കുക. ഹാർട്ട് ചക്രയിൽ കുറച്ച് ഒരു ലൈറ്റ് ഫീലിംഗ്, ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. നമ്മളുടെ ഏത് അൺവാണ്ടഡ് എനർജീനെയും നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളുടെ അമ്മയിലേക്ക്, അതായത് നമ്മുടെ ഭൂമി ദേവിയിലേക്ക് സറണ്ടർ ചെയ്യാൻ പറ്റും. ഒരുപാട് നമ്മൾ അലഞ്ഞു നടക്കാതെ ഭൂമി ദേവി നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഏറ്റുവാങ്ങുന്ന ആളാണെന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. വീണ്ടും ഒന്നുകൂടി ശ്രമിക്കുക. നമ്മൾ പാദങ്ങളിലേക്ക് നോക്കുക, ഫിംഗർ ടിപ്പുകളിലേക്ക് നോക്കുക. റിലീസ് 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 റിലീസ്. ഒരുപാട് എനർജി നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അൺവാണ്ടഡ് എനർജീസ് റിലീസായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ലൈറ്റ് ഫീലിംഗ് ഉറപ്പായിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾ ഒരു 3 ദിവസം നിങ്ങൾ ഈ വീഡിയോ കാണുക. എന്നിട്ട് ഈ പറയുന്ന പോലെ ചെയ്യുക. വിത്തിൻ 3 days നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ദേവിയാണ് അങ്ങനെയൊക്കെ മെസ്സേജ് തരുന്നത്, എല്ലാവരോടും ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം. അതുപോലെ ആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല എഫക്റ്റ് നിങ്ങൾക്ക്, റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ബീച്ചിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും നമുക്കത് ദർശിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സൂര്യൻ ഏതാണ്ട് ഒരുമാതിരി
താഴേക്ക് പോകുന്ന സമയമായി തുടങ്ങി. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത് ഇവിടെ ഇന്ന് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അത് കുറച്ചും കൂടി ക്ലാരിറ്റി വരുന്ന സമയങ്ങളുണ്ട്. അത് ഈ മേഘങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത്. ആ സമയങ്ങളിൽ നമ്മൾ വീണ്ടും ഒരു ദിവസം റെക്കോർഡ് ചെയ്തിട്ട് എല്ലാവർക്കുമായിട്ട് കാണിക്കുന്നതാണ്. കാരണം കടലില്ലാത്ത അല്ലെങ്കിൽ കടൽ കാണാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട് കിഴക്കൻ മേഖലകളിലോ അല്ലെങ്കിൽ നോർത്ത് ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കടൽ കാണാനായിട്ട് സാധിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ശ്രമിക്കുന്നതാണ്. വന്ന സമയത്ത് നല്ല സൺസെറ്റ് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നമ്മളിത് റെക്കോർഡ് ചെയ്ത് ഇടുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.